ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ മാർച്ച് 27 ഡൽഹിയിൽ നടക്കുന്ന ധർണയോടനുബന്ധിച്ച് മലയോര ജാഥ സംഘടിപ്പിച്ച കേരള കോൺഗ്രസ് എം ജില്ലാ കമ്മിറ്റി. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ കേരള കോൺഗ്രസ് MLA-മാരുടെ നേതൃത്വത്തിൽ മാർച്ച് 27 ഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ധർണയുടെ പ്രചരണാർത്ഥമാണ് കേരള കോൺഗ്രസ് എം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലയോര ജാഥ സംഘടിപ്പിച്ചത്. കേരള കോൺഗ്രസ് എം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റും ജാഥ ക്യാപ്റ്റനുമായ ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത് നയിക്കുന്ന മലയോര ജാഥയുടെ ജില്ലയിലെ പര്യടനം തിരുവല്ലാമലയിൽ നിന്നാണ് ആരംഭിച്ചത്. ഇന്ന് വന്യജീവികളെ ഭയപ്പെട്ട് കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുവാൻ കഴിയാത്ത ഒരു ദുസ്ഥിതിയെയാണ് നാം അഭിമുഖീകരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ കേരളത്തിലെ കർഷകർക്ക് വേണ്ടി ഉള്ള അവകാശ പോരാട്ടങ്ങളിൽ വന്യജീവികളുടെ ആക്രമണം അത് നേരിടുന്നതിന് ഈ നിയമത്തിൽ ഭേദഗതി വരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ മലയോര ജാഥയ്ക്ക് മലയോര മേഖലയായ കൊണ്ടാഴിയിൽ നൽകിയ സ്വീകരണത്തിന് ഇവിടുത്തെ സംഘാടകരോട് മണ്ഡലം പ്രസിഡന്റ് ലിവിൻ വർഗീസ് ഉൾപ്പെടെയുള്ള സംഘാടകരോടും ഭാരവാഹികളോടും ഈ സന്ദർഭത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്നെ ക്ഷണിച്ച എല്ലാവരോടും ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാൻ അഭ്യർത്ഥിക്കുവാനുള്ളത്, ഈ സമരത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും പിന്തുണയും ഉണ്ടാകണം എന്നാണ് വിനയമത്സരം അഭ്യർത്ഥിക്കുവാനുള്ളത്. കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തിൽ നിയമ ഭേദഗതി പ്രാവർത്തികമാക്കുവാൻ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം എന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിന് സ്നേഹോഷ്മളമായിട്ടുള്ള സ്വീകരണം പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസ് ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോളി അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു. തുടർന്ന് കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിലെ വിവിധ ജാഥ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റനെ കൂടാതെ ഉന്നതാധികാര സമിതി അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ, ബേബി മാത്യു കാവിങ്ങൽ, ടെന്നീസ് കെ ആന്റണി, ബിജു ആന്റണി, ഷാനി ആനിത്തോട്ടം, പോളി റാഫേൽ, തോമസ് മായലി, CD ബാബു, ബെന്നി ചെറുവത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. CCV ന്യൂസ്, കൊണ്ടാഴി.